കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. മാമിന് ഈ പാട്ട് പാടുന്ന സമയത്ത് അറിയാമായിരുന്നു ഇതിന്റെ ഒരു മെയിൽ അല്ലെങ്കിൽ മെയിൽ വേർഷൻ പാടാൻ വന്നത് യേശുദാസ് സാറാണെന്ന് അറിയാമോ? ഇല്ല, അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ, ഇതേപ്പറ്റി ഒന്നും അറിയില്ല. ഈ പാട്ടിന് ഒരുപാട് വിശേഷങ്ങളുള്ള പാട്ടാണ്, അങ്ങനെ യാതൊരു ഡീറ്റെയിൽസും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ദാസാറുടെ കൂടെ കുറച്ച് വരികൾ എനിക്ക് ഇതിൽ ഷെയർ ചെയ്ത് പാടാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ പാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് അറിയുന്നത്. SPB സാറിന്റെ കൂടെ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? SPB സാറിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോഴും അദ്ദേഹത്തെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആദ്യം വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് പേടി തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടിയ ആളാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. ആരാണെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല, ആളുടെ പാട്ട് കേട്ടിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്നുവരും നീ തിരികെ എന്നുവരും നീ. ഒരുപാട് ആസ്വദിച്ചിരുന്ന ഒരു പാട്ടാണ് അത്. മാമിന്റെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. ഞാൻ മാമിന്റെ മുന്നത്തെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ ഞാൻ കേട്ടിരുന്നു മാമിന് ദേവദൂതൻ തിയേറ്ററിൽ പോയി അതിന് റിലീസിന്റെ സമയത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. കുഞ്ഞ് ഗർഭിണി ആയിരുന്നത് കൊണ്ട് സാധിച്ചില്ല. ഇന്നത് പോയി കണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? എന്തായിരുന്നു 24 വർഷങ്ങൾക്ക് ശേഷം? അത് 24 വർഷമായ ഒരു മൂവിയാണെന്ന് ഒരിക്കലും എവിടെയും തോന്നുന്നില്ല. വീഡിയോയിലാണെങ്കിലും ആൾക്കാരുടെ ഒരു ഫാഷൻ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഡ്രസ്സിങ്ങിൻ്റെയും അതിൻ്റെ ആണെങ്കിലും 24 വർഷം മുമ്പുള്ള ഒരു പടമായിട്ടേ തോന്നുന്നില്ല. പിന്നെ എൻ്റെ പേരും ഒക്കെ സിംഗേഴ്സിൻ്റെ ഒപ്പം എഴുതി കാണിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതും അത്രയും മനോഹരമായ ഒരു പടത്തിൽ നമ്മുടെ പേര് കാണുക എന്നൊക്കെ പറയുന്നത്, അന്നത് കാണാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് തീരെ അങ്ങ് ക്ലിക്കായില്ല. പക്ഷെ മൂവിയിലെ സോങ്സ് എല്ലാം തന്നെ വളരെ നന്നായി. ലാലേട്ടൻ തന്നെ ഒരു പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല പിന്നെ ചാനൽസിലും ഒക്കെ വന്നപ്പോഴാണ് ഞാനത് കണ്ടത്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഈ മൂവി ചാനൽസിലൂടെ ഒന്നും ആണെങ്കിലും അധികം കണ്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴാണ് ആ സിനിമയുടെ സമയം എന്ന് നമുക്ക് വെൽ അക്സെപ്റ്റഡ് ആണ് എന്ന് പറയപ്പെടുന്നു. ഞാൻ പോയ അന്ന് ടിക്കറ്റ് ഇല്ലായിരുന്നു, സോൾഡ് ഔട്ട് ആയിരുന്നു. പിന്നെ തുടർന്ന് ഒരു 3-4 ദിവസത്തേക്കും അങ്ങനെ തന്നെയാണ് അവസ്ഥ. പിന്നെ എന്തായാലും മലയാളികൾ 2 കൈയും നീട്ടിയിട്ട് റിലീസിന് ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ശരിക്കും റീബേർത്ത് എന്ന് പറയാം. പക്ഷേ ഈ ഗാനങ്ങൾക്കൊന്നും റീബേർത്തിൻ്റെ ആവശ്യമില്ല, അത് മരണമില്ലാത്ത ഗാനങ്ങളാണ് അതെല്ലാം. ആ സിനിമയും അതിൻ്റെ പിന്നിൽ കുറച്ച് പേരൊക്കെയെങ്കിലും അതിൻ്റെ ഒരു റെക്കഗ്നേഷൻ കിട്ടാതെ പോയ കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് വരണം. വളരെ നന്നായി. അപ്പോൾ അന്ന് വിദ്യാജിയുടെ ഒരു പാട്ട് പാടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അന്ന് മാത്രമല്ല ഇന്നും അതൊരു വലിയൊരു സംഭവമാണ്. വിദ്യാജിക്ക് കീഴിൽ അങ്ങനെ ഒരു അവസരം തേടി വന്നപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? എപ്പോഴത്തെയും പോലെ തന്നെ ആദ്യം ഒരു പേടിയാണ് ആദ്യം വരിക. ബിക്കോസ് അദ്ദേഹം ഹിറ്റ് മേക്കറായിട്ട് ഇങ്ങനെ തുടരെ ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഞാൻ മാക്ടയുടെ പ്രോഗ്രാമിന് പോയപ്പോൾ രഞ്ജിത്തേട്ടനാണ് എന്നെ വിളിച്ചിട്ട് സിബി സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞത്. സാറാണ് എന്നോട് പറയുന്നത് വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഈ മൂവിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ കോഴിക്കോടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അന്ന് രാവിലെ ട്രെയിനിലിരുന്ന് ഒരു വെള്ളി നക്ഷത്രത്തിൽ വായിക്കുകയാണ്. എനിക്കപ്പോൾ ഒന്നും അറിയില്ലല്ലോ. ഞാൻ അത് വായിച്ചു. ദേവദൂതൻ, ലാലറ്റിന് പ്രകൃതി ചികിത്സ ചെയ്ത് മണ്ണൊക്കെ കുറയ്ക്കുന്നു. പിന്നെ നരസിംഹത്തിന് ശേഷമുള്ള മൂവിയാണ്.
കോക്കേഴ്സ് ഫിലിം, വലിയ ബാനർ, ജയപ്രദ മാം എല്ലാറ്റിലും ഉപരി. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാം. അഭിനയിക്കുന്നു, ഫസ്റ്റ് ടൈം ഇൻ മലയാളം മൂവി. അതെ ആണെന്ന് തോന്നുന്നു കേട്ടോ, മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ആ ഒരു സന്തോഷം. എന്നിട്ട് വായിച്ച തിരിച്ച് വൈകുന്നേരം സാർ എന്നോട് ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത മൂവിയിൽ ഒരു ന്യൂ ഫേസിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് വോയിസ് നമുക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോയിൻസിഡൻസ് തോന്നിയത്. രാവിലെ ഞാൻ വായിച്ച് വെച്ച്, പക്ഷേ ഇത് സ്ട്രെയിറ്റ് ആക്കുമോ അല്ലെങ്കിൽ അത് ഓക്കെ ആണോ എന്നൊക്കെ അറിയണതിന് മുമ്പേ ഇങ്ങനെ ഒരു പാട്ട് പോയി പാടി നോക്കാനുള്ളൊരു ക്ഷണം പോലും കിട്ടുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് എപ്പോഴത്തെയും പോലെ തന്നെ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ പേടിയാണ് നമുക്ക് എപ്പോഴും. അതിലേക്ക് എങ്ങനെയാ അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഒരു ഫീല്? ശരിക്കും ഭയങ്കര പേടി തന്നെയാണ്. അതിൽ വേറെ ഒരു ഒന്നും പറയാനില്ല. ഇനി ഞാൻ പാടുന്നത് ശരിയാവുമോ, ഞാൻ അത് ഓക്കെ ആവുമോ, ഓക്കെ ആവുമോ ഇൻ ദ സെൻസ് പാടി അദ്ദേഹത്തിനെ മുഷിപ്പിക്കാതെ ഇറങ്ങാൻ പറ്റണേ ഈശ്വര എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രാർത്ഥന. നമ്മളെപ്പോഴും അങ്ങനെയാണ്. മാക്സിമം പെട്ടെന്ന് നമ്മൾ പാടണം, നന്നായി പാടണം. അതൊക്കെയാണ് ഒരു കമ്പോസറിനെ ഇറിറ്റേറ്റഡ് ആവാത്ത രീതിയിൽ എല്ലാം പെട്ടെന്ന് നമ്മൾ പാടി കൊടുക്കാൻ പറ്റണേ ഈശ്വര. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അദ്ദേഹം പാട്ട് പറഞ്ഞു തന്നപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തലേ ദിവസം പഠിപ്പിക്കും, പിറ്റേ ദിവസമാണ് റെക്കോർഡിങ്. അപ്പോൾ തലേ ദിവസം പഠിപ്പിച്ചപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ട് പോയി. പിന്നെ രാത്രി റൂമിൽ ഇരുന്നിരുന്നത് പാടി നോക്കി. പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ടഫായിരിക്കും അല്ലേ? പൂവേ പൂവയാണ് പറഞ്ഞു തന്നത് ആദ്യം. തലേ ദിവസം എന്നെ പഠിപ്പിച്ചതും പൂവേ പൂവയാണ്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് അത് മാത്രം പാടി പ്രാക്ടീസൊക്കെ ചെയ്ത് പിറ്റേ ദിവസം അത് പാടി കഴിഞ്ഞതിന് ശേഷമാണ് അനദർ സോങ് കൂടെ ഉണ്ട്, നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് അപ്പം തന്നെ പഠിപ്പിച്ച് പാടുമായിരുന്നു. ഓക്കെ. ഈ പൂവേ പൂവേ പിന്നീട് വേണ്ടെന്ന് വെച്ചിട്ട് ചിത്ര ചേച്ചി പാടുന്നൊരു അവസരമുണ്ട്. അപ്പോൾ സങ്കടം തോന്നിയായിരുന്നോ? അതായത് എൻ്റെ ഒരു വിവരമില്ലായ്മ കൊണ്ടാണ്. ഇത് രണ്ടും പാടി ഞാനിങ്ങ് പോന്നാൽ ഇറ്റ്സ് നോട്ട് നെസസറി അല്ലേ, അതിൽ ഒരു പാട്ടെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആവണം എന്നില്ല. പക്ഷേ നമ്മൾ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ രണ്ടും ഓക്കെ. അദ്ദേഹം പറഞ്ഞു ഐ ആം ഓക്കെ. ഇനി അവിടെ അവർ കേട്ടിട്ട് ഡിസൈഡിങ് അതോറിറ്റി വേറെയും ഉണ്ടല്ലോ, അവർ പറയണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാട്ട് മാറ്റി എന്നറിഞ്ഞപ്പോൾ വിഷമം തോന്നി, സ്വാഭാവികം തോന്നി. പക്ഷെ പനിയൊക്കെ വന്നു എനിക്ക് സങ്കടം കൊണ്ട്. പക്ഷെ അതെത്ര ബാലിശമായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് ആലോചിക്കുകയാണ്. കാരണം ഇത്ര വലിയൊരു ബാനറിൽ ഇങ്ങനെ ഞാനെങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് രണ്ടും ഇപ്പം ഞാൻ തന്നെയാണ് അങ്ങ് പാടുന്നതെന്ന്. അത് എനിക്ക് ആ സമയത്തെ പക്വതയില്ലായ്മ കൊണ്ട് തോന്നിയതായിരിക്കാം. പിന്നീട് അത് ഓക്കെ. പിന്നീട് ഇനി ഈ പാട്ടാണ് ഓക്കെ ആക്കിയതെന്ന് പിന്നീട് ലേറ്റർ ഓൺ അറിയാണ്. പൂവേ പൂവേ ഒരു സീസണൽ ഹിറ്റായിരുന്നു അതേ സമയത്ത്. ലാലേട്ടൻ ഡാൻസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള. ഈ പാട്ട് ആ സമയത്ത് അങ്ങനെ ചാനലിൽ കരളീൻ കൈപ്പിടിച്ചുള്ള ഒരു സ്ലോ പോയിസൺ പോലെയായിരുന്നു. അതെ 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 എക്സാക്ട്ലി. അത് ചാനലുകളിലും അങ്ങനെ അധികം ഒന്നും കണ്ടുമില്ല. ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് ഈ ഡാൻസ് സോങ് കളിക്കുന്ന സോങ്ങാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ക്രമേണയാണ് ഈ പാട്ട് പലരുടെയും ഒരു പേഴ്സണൽ ഫേവറേറ്റിലെ ഒരു പാട്ടായി മാറിയത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ പ്രണയത്തിൻ്റെ ഒരു വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും. തീർച്ചയായിട്ടും. അതിപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇറങ്ങുന്ന ഹിറ്റ് സോങ്ങുകളിൽ ആ സമയത്ത് കവിതാക്കളുടെ ഒരു എന്താ കൂടെ സഞ്ചരിക്കുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പല കപ്പിൾസിൻ്റെയും പിന്നെ സെലിബ്രിറ്റി പ്രണയിതാക്കളുടെയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ പേര് വെച്ചിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ പ്രോഗ്രാമിന് സ്റ്റേജിൻ്റെ പിന്നിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്ന് പരിചയപ്പെട്ടു. അവർ പറഞ്ഞു അവർ അക്കാഡമിയിൽ പഠിച്ചതാണ് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്, ഞങ്ങൾ വിളിച്ചുകൂടിയാണ് കല്യാണം കഴിച്ചത്, ഈ പാട്ടായിരുന്നു ഞങ്ങളുടെ ആ സമയത്തെ ഫേവറേറ്റ് സോങ്, ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പേരുടെ പ്രണയത്തിൻ്റെ സാക്ഷിയാണ് ഈ പാട്ട്. മാമിന് ഈ പാട്ട് പാടുന്ന സമയത്ത് അറിയാമായിരുന്നു ഇതിൻ്റെ ഒരു മെയിൽ വേർഷൻ പാടാൻ വന്നത് യേശുദാസ് സാറാണെന്ന് അറിയാമോ? ഇല്ല, അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ, ഇതേപ്പറ്റി ഒന്നും അറിയില്ല. ഈ പാട്ടിന് ഒരുപാട് വിശേഷങ്ങളുള്ള പാട്ടാണ്. അങ്ങനെ യാതൊരു ഡീറ്റെയിൽസും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ദാസാറുടെ കൂടെ കുറച്ച് വരികൾ എനിക്ക് ഇതിൽ ഷെയർ ചെയ്ത് പാടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ പാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് അറിയുന്നത്. ബിക്കോസ് പൂവേ പൂവേ അതവിടെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ട്രാക്കിൽ തന്നെയാണ് ഞാൻ പാടിയത്. ഇത് ഒരു ലൂപ്പ് പോലെ ഇതിൻ്റെ താളമായിട്ട് തന്നെ ഇട്ട് തന്നിട്ട് ഒരു ഇമ്പോസിഷൻ തരികയാണ്. 2-3 വട്ടം പാടുമെന്ന് പറഞ്ഞ് ഒരു വരി തന്നെ ഒരു 3-4 വട്ടം വീതം പാടിച്ച് അങ്ങനെയാണ്. ദാസേട്ടൻ്റെ കൂടെയാണ് പാട്ട് എന്ന് പറയുമ്പോൾ അയ്യോ. പിന്നെ അതിനെ ഒരു അലീന എന്നൊക്കെ ഉള്ള പോർഷനൊക്കെ വളരെ ഒരു പ്രത്യേകതയായിട്ട് അന്ന് തോന്നി.
അപ്പം ഇന്ന് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ അലിനിയിൽ നമ്മൾ അങ്ങ് ലയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അല്ല, ആ സോങ്ങിൻ്റെ മറ്റൊരു വിശേഷം എന്താ വെച്ചാൽ 12 നോട്ട്സ്, നമ്മുടെ സപ്തസ്വരങ്ങൾ കൂടാതെ ബാക്കി സ്വരങ്ങളും കൂടെ ചേർത്ത് 12 നോട്ട്സ് നമ്മുടെ മലയാളം സിനിമാ സംഗീതത്തിൽ വരുന്ന ഗാനങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ പാട്ട് അലീന ഇങ്ങനെയൊക്കെ പാടുമ്പോൾ കേൾക്കുമ്പോൾ അദ്ദേഹം പാടിത്തരുമായിരുന്നു കേട്ടോ, പഠിപ്പിച്ചിട്ട്. അന്ന് ദാസരം പാടിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു ഫീല്, സംഭവം ഈ 12 നോട്ടുകളും വരുന്ന മറ്റൊരു ഗാനമാണിത്. യേശുദാസിന്റെ തന്നെ ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണ് അത് മറ്റൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം അവാർഡ് എന്ന് തന്നെ പറയാം. ഗ്രാമഫോൺ ഡിസ്ക് സത്യം ഓഡിയോസിൻ്റെ പ്രേമേട്ടൻ ഇതിൻ്റെ, അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാനത് അറിയണത്. പ്രീത ഈ വർഷത്തെ ഒരു 10 പാട്ടുകളുടെ ലിസ്റ്റ് ഗ്രാമഫോൺ ഡിസ്ക് ഞങ്ങൾ ഇറക്കിയതിൽ ദാസേട്ടനോട് പാട്ടുകൾ പറഞ്ഞപ്പോൾ ഇത് 2ാമത്തെ പാട്ടായിട്ട് സാർ പറഞ്ഞു അങ്ങനെ ഇത് ഡിസ്കിലുണ്ടെന്ന്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അവാർഡാണിത്. ഒരു വർഷം തന്നെ ദാസേട്ടൻ എത്രയോ പാട്ടുകൾ പാടാം. അതിലൊരു 10 പാട്ടുകളിൽ നമ്മുടെ പാട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്രയും പ്രത്യേകതകളുള്ള ഒരു പാട്ട് പാടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഉള്ളിൽ ആ പാട്ട് അതിന് കീഴടക്കി എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും അത് പാടി ഒരാളെന്ന നിലയ്ക്ക് മാമിന് അത്രത്തോളം റെക്കഗ്നീഷൻ കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തരാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നു അല്ലേ. ബാക്കി ഇനി വന്നു ചേരേണ്ടതാണ്. അത് വന്നു ചേർന്നില്ലെങ്കിൽ എനിക്കുള്ളതല്ല, വന്നു ചേരാത്തതൊന്നും എനിക്കുള്ളതല്ല. അതിനെ ഡെസ്റ്റിനി എന്ന് നമുക്ക് പറയാം. അല്ലാതെ എനിക്ക് ആരോടും കംപ്ലൈൻറ്റോ പരിഭവോ പരാതിയോ ഒന്നുമില്ല. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനിപ്പോഴും പാടുന്നുണ്ട്. ഞാൻ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്. എനിക്കും പാട്ടുകളൊക്കെ കിട്ടിയാൽ സന്തോഷിക്കാനുള്ള അവകാശം പോലെ തന്നെ കിട്ടാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളൊന്നും വരുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടപ്പെടാനും ഒരു അവകാശമുണ്ട് അല്ലേ. ഈ പാട്ട് പാടിയതിനു ശേഷം റിലീസൊക്കെ ആയതിനു ശേഷം പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാം ഒരുപാട് ഗാനമേളകളൊക്കെ ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ഈ പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ട്? ഈ പാട്ട് അതെ, ഈ പാട്ട് ഞാനാണ് ശരിക്കും പറഞ്ഞ ശില്പ, ഞാനാണ് ഈ പാട്ട് പാടിയതെന്ന് ഇപ്പോൾ കൂടി കുറച്ചധികം പേർക്കെങ്കിലും അറിയില്ല. ഇപ്പോൾ ഈ റിലീസ് വന്ന് ഇങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ആയതിന് കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു സപ്പോർട്ട് ഈ മൂവിക്ക് ഒട്ടും തന്നെ കിട്ടിയിരുന്നു. അന്നത്തെ കാലത്ത് അത് പൊതുവെ കുറവാണ്, സോഷ്യൽ മീഡിയയെ ഇല്ലായിരുന്നു. ഈ ചാനൽ ചർച്ചകൾ അല്ലെങ്കിൽ കോളേജസിലൊക്കെ വെച്ച് ചർച്ചകൾ ഇങ്ങനെ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊരു ഹിറ്റ് സോങ് ആണ് ആയിട്ടും കൂടെ അങ്ങനെയൊന്നും എനിക്ക് പങ്കെടുക്കാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അവസരം, അപ്പോൾ എനിക്ക് അന്ന് ലഭിക്കാതെ പോയ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ എനിക്ക് തരാനും കൂടി വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഈ റിലീസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാം പട്ടാളം സിനിമയിൽ ഒരു പാട്ട് പാടിയിരുന്നു, പക്ഷെ നമ്മൾ ആരും സിനിമയിൽ കണ്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആരാധകരുള്ള മറ്റൊരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ് അത്. അതും പട്ടാളം സിനിമയുടെ പ്രൊഡ്യൂസർ സുധീഷ് ഏട്ടൻ ഈ ദേവദൂതൻ്റെ റിലീസിന് ശേഷം ഒരു ദിവസം ഞാൻ വെറുതെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എൻ്റെ ലാൻഡ് നമ്പറും, അന്ന് ഒരേ ഒരു മൊബൈൽ ഫോണേ ഉള്ളൂ, വലിയ തോക്ക് പോലെ സൈസുള്ള ഒരു ഫോൺ, ആദ്യ സമയത്താണല്ലോ. ആ ഫോണിൻ്റെ നമ്പർ എൻ്റെ അല്ല, ഹസ്ബൻഡിൻ്റെ നമ്പർ, പിന്നെ നാട്ടിലെ നമ്പർ, ഇതെല്ലാം ഇങ്ങനെ ബൈ ഹാർട്ട് പറയാം. അപ്പോൾ ഞാൻ എന്താണ് ചേട്ടാ, താൻ എവിടെയായിരുന്നു, ഒരു പാട്ടിൻ്റെ ഒരു ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് കുറേ വിളിച്ചു, എന്നിട്ട് തന്നെ കിട്ടിയില്ല. ആ പാട്ടാണ് കല്യാണി പാടിയത്, ഡിങ്കിരി പട്ടാളം. അപ്പം ഞാൻ ഒരുപാട് ഷോ മിസ് ചെയ്തു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, അവിടെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ചൊന്നും ഇല്ലാത്ത സമയത്ത് വരുന്ന ആ സമയത്ത് എപ്പോഴും ട്രൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഇനിയൊരു പാട്ടും കൂടെ അതിലുണ്ടായിരുന്നു. ആ പാട്ട് ട്രൈ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അത് പോയി പാടി. അത് ഞാനും ബിജു അന്തിമാനത്താരോ വയ്ക്കും എന്ന് പറഞ്ഞൊരു പാട്ട് അത് പാടി. അതും ഇവിടെ പാരലൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിൻ്റെ ക്ലൈമാക്സ് സോങ് ആയിട്ടാണ് അതിനെ നോക്കിയിരുന്നത്. അതിവിടെ വന്നപ്പോൾ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം തന്നെ ചെയ്ത മറ്റേതൊരു പാട്ടിൻ്റെ റിതമും ആ പാറ്റേണും പോലെയൊക്കെ ഒരു സാമ്യം തോന്നി. അങ്ങനെ ആ പാട്ട് മാറ്റി ചെയ്യണം എന്നായി. അങ്ങനെ മാറ്റി ചെയ്തതാണ് വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി. അങ്ങനെ ഈ പാട്ട് CD-യിൽ മാത്രമായി. M ജയചന്ദ്രൻ കുട്ടൻചേട്ടൻ സംഗീതം ചെയ്ത മഹാസമുദ്രത്തിലെ മാൻമിഴിപ്പൂവ് അത് ഇതിലില്ല, CD-യിൽ മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണത്. അത് എല്ലാ പാട്ടും എടുക്കുന്നത് എന്താ പറയുക, പടത്തി വരണം, ഹിറ്റാവണം, കുറേ പേര് അത് വഴി ചാനലിലൂടെയൊക്കെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സിന് അത് പറയാനുണ്ടാവും. ഒരു പാട്ട് എന്തുകൊണ്ട് അവർ അവോയ്ഡ് ചെയ്യണു
എന്നുള്ളതിന് നമ്മളതും അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളില്ലേ തലയിൽ. ഈ ഒരു സോങ് ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് കുറഞ്ഞ കാര്യമായിട്ടാണ്, ലീസ്റ്റ് ബോധേർഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ അതില്. പക്ഷെ ആ പാട്ട് എനിക്ക് മാൻമിഴിപ്പൂ എന്നുള്ള പാട്ട് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കല്യാണത്തിന്റെ വീഡിയോകൾ എന്റെ പെണ്ണ്, അതെ ആ പാട്ടൊന്ന് പാടാവോ? പിന്നെ മാൻമിഴിപ്പൂവ് മീൻ തുടിച്ചേല് എന്റെ പെണ്ണ്, ഓ എന്റെ പെണ്ണ്, തീരത്തു തുള്ളും മാമഴത്തുള്ളി എന്റെ പെണ്ണ്, അവൾ എന്റെ പെണ്ണ്, മാറിവില്ല് അവൾ മാമയില് മാങ്കുയിൽ തേടിയ മാന്തളിര്, തീരത്തു തുള്ളും മാമഴത്തുള്ളി എന്റെ പെണ്ണ്, അവൾ എന്റെ പെണ്ണ്. ഒരുപാട് ആൽബങ്ങൾ പാടി, എനിക്ക് തോന്നുന്നു 500-ലധികം ആൽബങ്ങൾ മാം പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ആൽബങ്ങളെ കുറിച്ചിട്ട് എന്താണ്? ആൽബങ്ങൾ ഡിവോഷണൽ സോങ്സ് ആണ് കൂടുതലും, പിന്നെ ലവ് സോങ്സ് അതിൻ്റെയൊക്കെ കുറേ പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലെജൻഡറി ആയിട്ട് ഉള്ള മ്യൂസിക് കമ്പോസർ അർജുന മാഷ് ഇനം നൽകിയ ആൽബംസിൽ പാടിയിട്ടുണ്ട്, നാടകഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാൻ അടുത്ത് കിട്ടുക എന്ന് കാണാൻ സാധിക്കുക എന്ന് പറയുന്നതിന് മഹാഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുടെ സിനിമയിലല്ലാതെ ആണെങ്കിലും ഉള്ള പാട്ടുകൾ പാടാൻ സാധിച്ചത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ അതിൽ മാ മഹിമ എന്ന് പറഞ്ഞൊരു ആൽബത്തിൽ കാവാലം നാരായണ പണിക്കർ സാറാണ് അതിൽ വരികൾ എഴുതിയത്. അദ്ദേഹം ലാസ്റ്റായിട്ടൊക്കെ എഴുതിയ ആൽബമൊക്കെ അതാണെന്ന് തോന്നുന്നു. അതിൽ കല്ലറ ഗോപൻ ചേട്ടനാണ് ഈണം നൽകിയത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് പാടി, കാവാലം ശ്രീകുമാർ ചേട്ടൻ, ജയചന്ദ്രൻ മാഷ്. അപ്പോൾ അക്കൂട്ടത്തിൽ ഞാനും ഒരു പാട്ട് പാടി. ആ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ പാട്ട് പാടാമോ? പിന്നെ പാടാം. മിന്നൽ പിണറൊളി വിതറും കലിയുഗ വരതേ ആറ്റുകാലം ചരണയുഗളമതിലേ വാങ്മയ നീരാഞ്ജനം സ്വീകരിക്കൂ മിന്നൽ പിണറൊളി വിതറും കലിയുഗ വരതേ ആറ്റുകാലം ഇങ്ങനൊരു പാട്ട്. ഇപ്പോൾ SPB സാറിന്റെ കൂടെ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെയുണ്ടായിരുന്നു? SPB സാറിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോഴും അദ്ദേഹത്തെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആദ്യം ഫ്രണ്ടിൽ വരുന്നത് പേടി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ റിഹേഴ്സലൊക്കെ കണ്ട് നമ്മളൊന്ന് പാടി, ഒന്ന് കൂടെ പാടി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ഒന്ന് കൂളാവും, റിലാക്സ്ഡ് ആവും. പക്ഷേ അദ്ദേഹത്തിന് റിഹേഴ്സലിൽ എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പെട്ടി മിസ്സായി. അദ്ദേഹം ഇട്ട ഡ്രസ്സോടെ വിതൗട്ട് ബുക്ക് ഒന്നുമില്ല, എല്ലാം പെട്ടിയിൽ എവിടെയോ മിസ്സായി, ഏതോ എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ വന്ന് സ്റ്റേജിലാണ് പ്രോഗ്രാമിനാണ് കാണുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, സാർ ഞാനാണ് കൂടെ പാടുന്നത്, എനിക്ക് തെറ്റുകൾ വന്നേക്കാം, ക്ഷമിക്കണം, പേടിയുണ്ട് എനിക്ക് പാടാൻ. അപ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, പേടിയില്ലാതെ തന്നെ പാടണം, തെറ്റുകൾ വരട്ടെ, യു മേക്ക് മിസ്റ്റേക്സ് ബട്ട് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. പക്ഷെ കോൺഫിഡൻ്റായിട്ട് നിന്ന് പാടണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കണ്ണടച്ച് നിന്നാണ് പാടിയത്. എന്തായാലും ഫസ്റ്റ് സോങ് കഴിഞ്ഞ് ഞാൻ കർട്ടൻ ഉയരുമ്പോഴും ഫ്രണ്ടിലെ എല്ലാ സെലിബ്രിറ്റീസും ഗുരുതുല്യന്മാരായിട്ടുള്ള ആൾക്കാരും, പെരുമ്പാവൂർ സാറ് എൻ്റെ ഗുരുവാണ്, ശ്രീകുമാരൻ തമ്പി സാർ, NG രാധാകൃഷ്ണൻ സാർ, അങ്ങനെ എല്ലാവരും തിരുവനന്തപുരത്തുള്ള സകല ആൾക്കാരും ഫ്രണ്ടിലുണ്ട്. പിന്നെ നമ്മുടെ ഓർക്കസ്ട്രയിലൊക്കെ ഉള്ള, ഞാൻ വളരെ ചെറുതിലെ മുതലേ പാടുമ്പോൾ ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്ന ചേട്ടന്മാരും അനിയന്മാരും അവരും ഒക്കെ ഓഡിയൻസായിട്ടും ഉണ്ട്. അപ്പം കണ്ണടച്ച് പിടിച്ചിട്ട് അങ്ങ് പാടി. അപ്പോൾ ഫസ്റ്റ് സോങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫ്രണ്ടിലോട്ട് എന്നെ വരുത്തിയിട്ട്, നിങ്ങളുടെ നാട്ടിലെ സിംഗറാണ്, അനദർ റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കണം, നിങ്ങൾ വേണം പ്രോത്സാഹിപ്പിക്കാൻ, അദ്ദേഹത്തിൽ നിന്നും ലേൺ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത്ര ഡൗൺ ടു എർത്താണ് അദ്ദേഹം, കൂടെയുള്ളൊരു സിംഗറെ തനിക്കൊപ്പം ചേർത്ത് നിർത്തി ഇങ്ങനെ പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് വളരെ വലുതല്ലേ.
അത് ഞാൻ അദ്ദേഹത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്ന് ഏത് പാട്ടാണ് പാടിയത് സാറിന്റെ കൂടെ? മലരേ മൗനമ. മലരേ മൗനമ അത് പാടി. അതിന്റെ അനുപല്ലവിയിൽ കനവ് കണ്ട എന്തൻ കൺകൾ മൂടി കിടന്നേ, ഇത് മുഴുവൻ പേടിച്ച് ഞാൻ കണ്ണടച്ച് നിന്ന് പാടുകയാണ്. അപ്പോൾ അദ്ദേഹം എനിക്കിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് എപ്പടി ഇപ്പവും കണ്ണ് മൂടിയിട്ടേ ഇരിപ്പ്, ഇനിയൊരു വാട്ടി കണ്ണ് തിറന്ന് പാടുക എന്ന് പറഞ്ഞു. ഇനി ഒരു തവണയും കൂടെ കണ്ണ് തുറന്ന് പാടുക. അങ്ങനെ സംസാരിച്ച് നമ്മളെയും കൂടെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഫ്രീ ആക്കുന്ന ഒരു മൂഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആണത്. മറ്റേ അദ്ദേഹത്തിൻ്റെ ഭാഗം പാടുന്നു കൂടെ നിൽക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ ആവുമ്പോൾ ഭയങ്കര ടെൻഷനിൽ അങ്ങ് പോകും. പാടും പക്ഷെ എന്നാലും ടെൻഷനാണ്. പക്ഷെ ഇത് ആൾക്കാർക്കും ഒക്കെ അതൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. പല വീഡിയോസിലും ചേർത്ത് പിടിക്കുന്ന കോറസ് സിംഗേഴ്സ് ആണെങ്കിൽ പോലും ഫ്രണ്ടിലോട്ട് വിളിച്ചു വരുത്തി. പിന്നെ ഓർക്കസ്ട്രയിൽ പോലും ചില മെയിൻ പീസൊക്കെ ബിറ്റ് കാണുമല്ലോ, ഫ്ലൂട്ടാണെങ്കിലും ഗിറ്റാറെങ്കിലും ഒക്കെ അവർ വായിക്കുമ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അത് സ്റ്റേജിൽ അത് പറയുക, എടുത്ത് പറയുക, വീണ്ടും ഒരു തവണ വായിപ്പിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര നല്ല രീതിയിലാണ് അദ്ദേഹം പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് കുറച്ചുകൂടി ധൈര്യം വരും നമുക്ക്. ഇപ്പോൾ യേശുദാസ് സാറിന്റെ കൂടെ പാടിയിട്ടുണ്ട്, ഇപ്പോൾ SPB സാറിന്റെ കൂടെ പാടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ ആൾക്കാരും കൂടെ പാടി. ഇതിൽ ആരുടെ കൂടെ പാടിയതായിരുന്നു ഏറ്റവും ഒരു ചെറിഷിങ് മൊമെന്റ് ആയിട്ട് പറയാൻ പറ്റുക? നിസ്സംശയം എനിക്ക് പറയാവുന്നത് ബാലുജിയുടെ കൂടെ പാടിയത് തന്നെയാണ്. മറ്റുള്ളതൊന്നും അങ്ങനെയല്ല എന്നല്ല കേട്ടോ പറയുന്നത്. മറ്റുള്ളതെല്ലാം സ്റ്റേജിൽ വെച്ച് നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന ഒരു രീതി അല്ലാതെ എന്നോട് പറയാറാണ്. പിന്നെ പേടിക്കണ്ട അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പാടാൻ കയറുന്നത്. പാടിക്കഴിഞ്ഞ് നന്നായെങ്കിൽ നന്നായി എന്ന് പറയാം. അതെല്ലാം എല്ലാവരും തരുന്ന എൻകറേജ്മെൻറ്റ് വളരെ വളരെ വലുതാണ്. അവരുടെ ഒരു വാക്കുകൾ തന്നെ വളരെ വലുതാണ്. പക്ഷെ ഈ ഒരു മൊമെന്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മൂവി സോങ്സിലേക്ക് വരുന്നതിന് മുൻപും അതിനുശേഷം ഒരുപാട് ഗാനമേളകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മണിസാറിന്റെ കൂടെ മണിച്ചറിന്റെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മണിയുടെ കൂടെ പ്രോഗ്രാംസിന് ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഞാനും നാദൃഷയും കൂടെ സരിഗമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആ ഒരു ടീമിൻ്റെ ഇതായിട്ട് തന്നെ കോട്ടയം നസീർ, മിമിക്രി, കലാഭവൻ മണി ഒക്കെ പങ്കെടുക്കുന്ന ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളിയിലോട്ടുള്ള ഗൾഫ് ടൂറ് പോയിട്ടുണ്ട്. അപ്പം മണി വളരെ തമാശക്കാണെങ്കിലും പറയുമായിരുന്നു, നമ്മളൊരു വലിയ സ്റ്റാർ ടൂർ പോയിരുന്നു. സുരേഷ് ചേട്ടനാണ് അതിൻ്റെ മെയിൻ, ദെൻ ബിജു മേനൻ, പിന്നെ ഒരുപാട് ആക്ടേഴ്സ്. ആ ഷോയുടെ തന്നെ ഡയറക്ടേഴ്സ് 4 പേരോ മറ്റോ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു താരനിബിഡമായ ഒരു സ്റ്റാർ ഷോ എന്ന് പറയാം, അറേബ്യൻ ഡ്രീംസ്. അപ്പം മണി പറയുമായിരുന്നു അവിടെ. അപ്പം നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോഴും ഈ സ്റ്റാർസിനെ കാണാനും തിക്കും തിരക്കും ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റാർഡം ഉള്ള ഇത് അവരെ കാണാൻ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മണി പറയുമായിരുന്നു, പ്രീത നമ്മളെ കാണാൻ, പക്ഷെ നമ്മളുടെ അടുത്തേക്ക് എൻ്റെയും മണിയുടെ അടുത്തേക്ക് സംസാരിക്കാൻ ആൾക്കാർ ഒരു മടി കൂടാണ്ട് നമ്മളുടെ അടുത്തേക്ക് വരുമായിരുന്നു. മറ്റേ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഒരു അകലം പാലിച്ച് അപ്പോൾ നമ്മളെ അവർ നമ്മുടെ സ്വന്തം കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെ കാണുന്നു എന്നുള്ളതിനൊരു തെളിവാണത്. നമ്മളെ പിന്നെ എപ്പോഴും കാണുകയാണ് ഇവരെ പിന്നെ എപ്പോഴും കാണുകയാണല്ലോ TV-യിൽ, എന്നും വീട്ടിൽ വന്നു വീട്ടിലൊരാളെ പോലെ അങ്ങനെ ഒരു സ്നേഹം അത് മണി എനിക്ക് നോട്ട് ചെയ്ത് പറഞ്ഞു തന്നത്. ഇപ്പോൾ എന്താണ് പരിപാടി? യൂട്യൂബ് റിലീസുകളുടെ ഒരു കാലമാണ് ഇപ്പോൾ. അപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനും പാട്ടുകൾ ഇടയ്ക്കൊക്കെ, നോട്ട് റെഗുലർ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും പാടി കവർ വേർഷനായിട്ട് പാടി ഇറക്കാറുണ്ട്. പിന്നെ എൻ്റെ മകൻ മാധവൻ, ആളും ഒരു ചെറിയ സിംഗറാണ്. അപ്പോൾ ആൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളെല്ലാം കൊടുക്കുക. ഈ ഒരു ഇതിൽ ആൾക്ക് പിന്നെ അഭിനയിക്കാനും കൂടെ ഒരു പാഷനുണ്ട്. കൊറോണ വന്നത് കൊണ്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മ്യൂസിക് ക്ലാസ്. അത് ഞാൻ വീട്ടിൽ ഓഫ്ലൈനായിട്ട് അങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല. 1-2 കുട്ടികൾ മാത്രം അങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു വരുമായിരുന്നു. MJ മ്യൂസിക് സോൺ എന്ന് പറഞ്ഞിട്ട് കുട്ടൻ ചേട്ടൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ വേൾഡ് വൈഡ് ഉള്ള കുട്ടികളാണ് അതിൽ വരുന്നത്. തിരിച്ച് സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാമിനെ നമുക്ക് തിരിച്ച് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. യെസ്, എല്ലാവരെയും പോലെ ഞാനും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ദേവദൂതൻ റിലീസായത് മാമിന് കുറച്ചും കൂടി ഊർജ്ജം തരട്ടെ, കുറച്ചും കൂടി നല്ല ഹൈറ്റ്സിൽ മാമിനെ കാണാൻ സാധിക്കട്ടെ. തീർച്ചയായും. താങ്ക് യു. എല്ലാവരുടെയും ചുണ്ടുകളിൽ ഇപ്പോൾ ദേവദൂതനെ കുറിച്ചുള്ള ഈ സംസാരം തന്നെ, അതിപ്പോൾ എൻ്റെ പാട്ടെന്നല്ല, ദേവദൂതൻ ആ സിനിമ വളരെ നന്നായിരിക്കണോ, നന്നായി പോണു. അപ്പോൾ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അതിന്. അപ്പോൾ ഇപ്പം അങ്ങനെ കാണുന്ന ആ ഒരു എന്താ പറയുക നിറവ് തന്നെ എനിക്കൊരു ഊർജ്ജം തരുന്നുണ്ട്.
അപ്പൊ എന്തായാലും ഇത് ഇനിയും ഉണ്ടാവട്ടെ, ലൈഫ് ലോങ് കൂടെ ഉണ്ടാവട്ടെ ഇത്. താങ്ക് യു വെരി മച്ച്.